നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഉച്ചവരെയുള്ള വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കടലിൽ കത്തിയമർന്ന കപ്പൽ പൂർണ്ണമായി മുങ്ങാൻ സാധ്യത. ഒരു വശത്തേക്ക് ചരിഞ്ഞു. കപ്പലിൽ നിന്ന് തീയും പുകയും സ്ഫോടന ശബ്ദവും. കണ്ടെയ്നറുകൾ പ്രൊപ്പല്ലറിനടുത്തേക്ക് ചെല്ലാതിരിക്കാൻ ശ്രമം. കപ്പലിലെ അത്യന്തം അപകടകരമായ വസ്തുക്കളുടെ പട്ടിക പുറത്തുവിട്ട KSDMA. സർവകക്ഷി സംഘവുമായി പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച വൈകിട്ട്. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിച്ച പാർലമെന്ററി പ്രതിനിധി സംഘങ്ങളുമായി പ്രധാനമന്ത്രി സംസാരിക്കും. പ്രതിനിധി സംഘം വിദേശ രാജ്യങ്ങളിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. നടൻ കൃഷ്ണകുമാറിനെതിരായ കേസിൽ ജീവനക്കാരുടെ വാദം പൊളിയുന്നു. വനിതാ ജീവനക്കാർ പണം തട്ടിയെടുത്തെന്ന് സൂചന. അക്കൗണ്ടിൽ പണം എത്തി. 3 പേരും പരസ്പരം പണം കൈമാറിയെന്നും കണ്ടെത്തൽ. സത്യം തെളിഞ്ഞതിൽ സന്തോഷമെന്ന് കൃഷ്ണകുമാർ. തൃപ്പൂണിത്തുറയിൽ പാസ്റ്റർമാരുടെ പരിപാടിയിൽ പാകിസ്ഥാൻ പതാക. BJPയുടെ പരാതിയിൽ കേസെടുത്ത് പോലീസ്. പാക് പതാക ഉപയോഗിച്ചത് ഉദയംപേരൂരിൽ നടന്ന FDA 2025 എന്ന പരിപാടിയിൽ. മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചതിനും കലാപാഹ്വാനത്തിനും കേസ്. ഭാരതാംബയ്ക്കു പിന്നാലെ ദേശീയ പതാകയെയും അവഹേളിച്ച് CPI. പാർട്ടി സമ്മേളന പരിപാടിയിൽ ദേശീയ പതാകയൊന്നും വേണ്ടെന്ന് കോട്ടയം ജില്ലാ സെക്രട്ടറി BB ബിനു. ജില്ലാ സെക്രട്ടറിയുടെ പരാമർശം ഭാരതാംബയുടെ ചിത്രമുള്ള പോസ്റ്റർ പിൻവലിച്ചതിൽ പ്രതികരണം തേടവേ. കൊല്ലത്ത് ഭിന്നശേഷിക്കാരിയായ 6 വയസ്സുകാരിയുടെ മരണത്തിൽ ദുരൂഹത. പെൺകുട്ടി ക്രൂരപീഡനത്തിന് ഇരയായി എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ബന്ധുവും അയൽവാസിയുമായ 14-കാരൻ കുട്ടിയെ ദുരുപയോഗം ചെയ്തെന്ന് പോലീസ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ജനം TVക്ക്. സ്പീക്കറും നിയമസഭാ ജീവനക്കാരും പോരോട് പോര്. ഏറ്റുമുട്ടൽ. ലൈബ്രറി ജീവനക്കാർക്ക് ചട്ടവിരുദ്ധമായി ഓഫീസ് സംവിധാനത്തിൽ ഔദ്യോഗിക ലോഗിൻ അനുവദിച്ചതോടെ പ്രതിഷേധിച്ച് ഭരണ പ്രതിപക്ഷ സംഘടനകൾ. വിശദമായ വാർത്തകളിലേക്ക്. അറബിക്കടലിൽ തീപിടിച്ച കപ്പൽ കടലിൽ മുങ്ങാൻ സാധ്യത. കപ്പൽ ഒരു വശത്തേക്ക് ചരിയുകയാണ്. പ്രൊപ്പല്ലറിലേക്ക് കണ്ടെയ്നർ എത്താതിരിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. 5 കപ്പലുകൾ കടലിൽ തുടരുന്നുണ്ട്. കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട നാവികരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടും. പൊള്ളലേറ്റ ചൈനീസ് പൗരന്മാരുടെ നില അതീവ ഗുരുതരമായി തുടരുകയുമാണ്. അനഘ ചേരുന്ന വിവരങ്ങളുമായി. അനഘ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? കപ്പലിന്റെ അവസ്ഥ എന്താണ്? വീണ, ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരമനുസരിച്ച് ഈ കപ്പൽ മുങ്ങാനുള്ള സാധ്യതയാണ് അധികൃതർ പറയുന്നത്. അതായത് കപ്പൽ വലതുവശത്തേക്ക് ചെരിഞ്ഞ അവസ്ഥയിലാണ് നിലവിലുള്ളത്. ഈ നേരത്തെ ഡോണിയൽ വിമാനം, അതായത് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട ഡോണിയൽ വിമാനം പകർത്തിയ ഏറ്റവും ഒടുവിലുള്ള ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. വീഡിയോ സഹിതമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ നിന്നാണ് കപ്പൽ വലതുവശത്തേക്ക് ചെരിഞ്ഞ നിലയിലേക്കാണ് ഉള്ളത് എന്ന വിവരം പുറത്തു വരുന്നത്. മാത്രമല്ല, കപ്പലിൽ നിന്ന് വിഷപ്പുക ആ ഭാഗത്ത് മുഴുവനായും ഉയരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല, അതിശക്തമായ കാറ്റും ആ പ്രദേശത്തുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ 7 കപ്പലുകൾ ആ പ്രദേശത്തുണ്ട്. അതായത് സാഗര സരണി, മേഘ്ദൂത് തുടങ്ങിയിട്ടുള്ള കപ്പലുകളാണ് ഈ രക്ഷാദൌത്യത്തിൽ പങ്കാളികളായിട്ടുള്ളത്. തീ അണയ്ക്കാനുള്ള ശ്രമം അത് ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ 11:30 കൂടിയാണ് ഈ രക്ഷാദൌത്യം തുടങ്ങിയത്. അതിനുശേഷം ഈ സമയമായിട്ടും കപ്പലിലെ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. മാത്രമല്ല, ഈ കപ്പലിനകത്തുള്ള കണ്ടെയ്നറുകൾ 600-ലധികം കണ്ടെയ്നറുകൾ കപ്പലിനകത്തുണ്ടായിരുന്നു. അതിൽ 25ഓളം കണ്ടെയ്നറുകൾ മാത്രമാണ് കടലിലേക്ക് വീണിരിക്കുന്നത്. ബാക്കിയുള്ള കണ്ടെയ്നറുകൾ ഇപ്പോഴും കപ്പലിനകത്താണുള്ളത്.
ഈ കപ്പൽ ഏതെങ്കിലും ഘട്ടത്തിൽ മുങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ ആ കണ്ടെയ്നറുകൾ മുഴുവൻ കടലിലേക്ക് പതിക്കും. ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കായിരിക്കും കടക്കുക. അതുകൊണ്ട് തന്നെ കപ്പൽ മുങ്ങുന്നത് ഏത് വിധേനയും തടയാനുള്ളൊരു ശ്രമം കൂടിയാണ് ഇപ്പോൾ അവിടെയുള്ള കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിലുള്ള ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ പ്രഥമ പരിഗണന ഉണ്ടാവുക. മാത്രമല്ല രാവിലെയൊക്കെ തന്നെ ഈ കടലിൽ പതിച്ചിരിക്കുന്ന ഈ കണ്ടെയ്നറുകൾ ടഗ് ബോട്ടുകൾ ഉപയോഗിച്ച് ഈ ഉൾക്കടലിലേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനമായിരുന്നു നടന്നിരുന്നത്. ഇതിനിടയിൽ തന്നെ ഈ ഇന്നലെ കപ്പലിലാകെ 22 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 18 പേരാണ് രക്ഷപ്പെട്ടത്. ഈ 18 പേരിൽ തന്നെ 4 പേരെ ആ സമയം മുതൽ കാണാനില്ല. ഇവർക്കായിട്ടുള്ള ഒരു അന്വേഷണം ഊർജിതം ഇന്നലെ തന്നെ ഇവർക്കായുള്ള തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഒരു സൂചന പോലും ഈ തിരച്ചിൽ നടത്തുന്നവർക്ക് ഈ കാണാതായിട്ടുള്ള 4 ജീവനക്കാരെ കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നതാണ്. ഇന്നലെ ആദ്യഘട്ടത്തിലൊക്കെ ഈ ജീവനക്കാർ സുരക്ഷിതരായിട്ടുണ്ടാകും. ലൈഫ് ജാക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇവർ കപ്പലിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടാവുക എന്ന് തന്നെയായിരുന്നു ഈ ബേപ്പൂർ പോർട്ട് ഓഫീസർ അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ സമയമായിട്ട് പോലും ഇന്നലെ അപകടം നടന്നത് രാവിലെ 9:30 കൂടിയാണ്. അതിനുശേഷം 11:30 കൂടി തന്നെ രക്ഷാദൗത്യവും രക്ഷാപ്രവർത്തനവും ഒക്കെ തന്നെ നടത്തിയിരുന്നു. പക്ഷെ ആ ഘട്ടത്തിലൊന്നും തന്നെ ഈ കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടിയിരിക്കുന്ന ഈ 4 ജീവനക്കാരെ കുറിച്ച് ഒരു വിവരവുമില്ല. 2 മ്യാൻമാർ പൗരന്മാർ, ഇന്തോനേഷ്യൻ പൗരന്മാർ തുടങ്ങിയവരാണ് ഈ കാണാതായവരിൽ പെട്ടിരിക്കുന്നത്. മാത്രമല്ല ഇന്നലെ രക്ഷപ്പെടുത്തിയ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള ഈ 18 പേരെ മംഗലാപുരത്തേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇതിൽ 6 പേർ മംഗലാപുരം AJ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ ചികിത്സയിൽ തുടരുന്നവരിൽ 2 ചൈനീസ് പൗരന്മാരുണ്ട്. ഈ ചൈനീസ് പൗരന്മാരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അതായത് ഇവർക്ക് ശ്വാസകോശത്തിലടക്കം, അതായത് ആന്തരിക അവയവങ്ങളിലേക്കടക്കം പൊള്ളലേറ്റിട്ടുണ്ട്. ഈ ഡെക്കിൽ പൊട്ടിത്തെറി ഉണ്ടായ സമയത്ത് ആ പൊട്ടിത്തെറി ഉണ്ടായിരുന്ന ആ ഭാഗത്ത് നിന്നിരുന്നവരായിരുന്നു ഈ 2 ചൈനീസ് ജീവനക്കാരും എന്നുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട ആ 18 രക്ഷപ്പെട്ട മറ്റ് ജീവനക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നേരെ നിർണായകമായ മറ്റൊരു വിവരം എന്ന് പറയുന്നത്, അതായത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു വിവരവും ഈ സമയമായിട്ടും പുറത്തു വന്നിട്ടില്ല. എന്താണ് അപകടത്തിന്റെ കാരണം, എങ്ങനെയാണ് ആദ്യം ഈ പൊട്ടിത്തെറി ഉണ്ടായത് എന്നതിനെ കുറിച്ചൊരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇനി എങ്ങനെയാണ് അപകടം ഉണ്ടായതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ രക്ഷപ്പെട്ടിട്ടുള്ള മറ്റ് 12 കപ്പലിലെ ജീവനക്കാരോട് ഈ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥരും നാവികസേനാ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവരിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ ആദ്യം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ കപ്പലിന്റെ മധ്യഭാഗത്തുള്ള ഡക്കിൽ നിന്ന് തന്നെയാണ് പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ആ സമയം തന്നെ ഈ കപ്പലിലെ ഈ ക്യാപ്റ്റൻ അടക്കമുള്ളവർ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു, അതായത് കടലിലേക്ക് എടുത്തു ചാടി രക്ഷപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ബാക്കിയുള്ള ഈ പരിക്കേറ്റ 6 പേരിൽ 4 പേരുടെ നില തൃപ്തികരമാണ്. മറ്റ് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊരു ആശ്വാസ വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഏറെ നിർണായകമായ നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കപ്പൽ ഏകദേശം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ കപ്പൽ പകുതിയോളം ചെരിഞ്ഞ അവസ്ഥയിലാണ്. ഇനിയും ആ കപ്പൽ ചെരിഞ്ഞ വലതുവശത്തേക്ക് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കോസ്റ്റ് ഗാർഡിന്റെ ഈ കപ്പലുകളിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് ഇനിയും ചെരിയാനുള്ളൊരു സാധ്യതയാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കപ്പൽ അല്പസമയത്തിനകം അല്ലെങ്കിൽ മുങ്ങാനുള്ളൊരു സാധ്യത അത് തള്ളിക്കളയാൻ കഴിയില്ല. മുങ്ങിയാൽ, ഏതെങ്കിലും തരത്തിൽ കപ്പൽ മുങ്ങിയാൽ ഈ കപ്പലിനകത്ത് ടൺ കണക്കിന് ഇന്ധനമാണുള്ളത്. 2000-ത്തിലധികം ടൺ കണക്കിൽ ഇന്ധനമുണ്ട്. 200 ടൺ ഡീസലുണ്ട്. അങ്ങനെയുള്ള ഡീസലും അത്തരത്തിൽ കപ്പലിലെ ഇന്ധനവും ഒക്കെ വെള്ളത്തിൽ കലരാനുള്ളൊരു സാധ്യതയുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഇന്ധന ചോർച്ച തടയാനുള്ളൊരു നീക്കമായിരുന്നു നടത്തിയിരുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ തീ അണയ്ക്കാൻ സാധിച്ചാൽ ഉടൻ തന്നെ ഈ കപ്പലിനെ ഉൾക്കടലിലേക്ക് കൊണ്ടുപോവുക, അതായിരിക്കും ആദ്യ ദൗത്യം. ഓക്കെ, ശരിയാണ്. തീ വിഴുങ്ങിയ കപ്പലിലുള്ളതെല്ലാം സമുദ്ര അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമായേക്കാവുന്ന പദാർത്ഥങ്ങൾ. 157 ഇനം അത്യന്തം അപകടകരമായ രാസവസ്തുക്കൾ കപ്പലിലുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ടൺ കണക്കിന് കീടനാശിനികളും രാസവസ്തുക്കളും വായുസമ്പർക്കമുണ്ടായാൽ തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളുമാണ് കപ്പലിലുള്ളത്. കേരളത്തിന്റെ പുറംകടലിൽ തീപിടിച്ച കപ്പലിലുള്ളതെല്ലാം അപകടകരമായ രാസവസ്തുക്കളെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തുവിട്ട മാനിഫെസ്റ്റ് വ്യക്തമാക്കുന്നത്. 157 ഇനം രാസവസ്തുക്കളാണ് വിവിധ കണ്ടെയ്നറുകളിലായി കപ്പലിലുള്ളത്. കടലിൽ പകർന്നാൽ സമുദ്രാവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കാവുന്ന ട്രൈക്ലോറോ ബെൻസീൻ എന്ന രാസവസ്തുവിന്റെ 208 മെട്രിക് ടൺ ശേഖരമാണ് കപ്പലിലുള്ളത്. സമുദ്ര മലിനീകാരികളായ രാസവസ്തുക്കളുടെ പട്ടികയിൽ ക്ലാസ് 9 തലത്തിൽ ഉൾപ്പെടുന്നതാണ് ട്രൈക്ലോറോ ബെൻസീൻ. സമാനമായ മാരക കടൽ മലിനീകരണത്തിന് ശേഷിയുള്ള ബ്യൂട്ടോൾ ഫിനോൾ, മീഥൈൽ ഫിനോൾ, കോപ്പർ അയഡൈഡ്, ഈഥൈൽ ഡയാമിൻ തുടങ്ങിയ
രാസവസ്തുക്കളും ലിഥിയം ബാറ്ററികളുടെയും വൻ ശേഖരം കപ്പലിലുണ്ട്. വായു സമ്പർക്കമുണ്ടായാൽ തീപിടിക്കുന്ന റെസിൻ സൊല്യൂഷനുകളാണ് മറ്റൊരാശങ്ക. വെറും 28.5 ഡിഗ്രി സെൽഷ്യസിൽ ഇത്തരം രാസപദാർത്ഥങ്ങൾ തീപിടിക്കാൻ ശേഷിയുള്ള വാതകമായി മാറും. അതീവ സുരക്ഷയിൽ മാത്രം ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട പാക്കിംഗ് ഗ്രൂപ്പ് 1 ഉൾപ്പെടുന്ന പോളിയമീനുകൾ, ഈഥൈൽ ക്ലോറോഫോർമേറ്റ്, ഡൈമീഥൈൽ സൾഫേറ്റ് തുടങ്ങിയ രാസവസ്തുക്കളും കപ്പലിലുണ്ട്. വിവിധതരം പെയിന്റ് ഉൽപ്പന്നങ്ങൾ, ടർപ്പന്റൈനുകൾ, കീടനാശിനികൾ, വിഷപദാർത്ഥങ്ങൾ, മഷി ഉൽപ്പന്നങ്ങൾ, പ്ലാസ്റ്റിക് അസംസ്കൃത വസ്തുക്കൾ തുടങ്ങി കപ്പലിലുള്ളതെല്ലാം സമുദ്ര അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമായേക്കാവുന്നവയാണ്. കണ്ടെയ്നറുകളിലുള്ള ടൺ കണക്കിന് രാസവസ്തുക്കൾ കടലിൽ കലർന്നാൽ കാത്തിരിക്കുന്നത് വലിയൊരു പാരിസ്ഥിതിക ദുരന്തവും. ജനം, തിരുവനന്തപുരം. അറബിക്കടലിൽ തീപിടിച്ച കപ്പലിലെ തീ ഇതുവരെ നിയന്ത്രണ വിധേയമായില്ല എന്ന് പ്രതിരോധ വക്താവ് അതുൽ പിള്ള. ദൗത്യം ഊർജിതമായി തുടരുന്നു. കാണാതായവർക്കായുള്ള തിരച്ചിലും തീയണയ്ക്കാനുള്ള ശ്രമവും തുടരുന്നു. കോസ്റ്റ് ഗാർഡിന്റെ 5 കപ്പലുകളും നാവികസേനയുടെ 1 കപ്പലും ദൗത്യത്തിനുണ്ടെന്നും അതുൽ പിള്ള അറിയിച്ചു. ഇന്നലെ രാത്രിയിൽ INS സൂറത്ത് എന്ന് പറഞ്ഞ ഇന്ത്യൻ നേവിയുടെ ഷിപ്പ് 18 ക്രൂവിനെ രക്ഷപ്പെടുത്തിയത്. അവരെ മാംഗ്ലൂർ പോർട്ടിൽ ഷിപ്പ് ഏജന്റിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് ഫോർ ഫർദർ മെഡിക്കൽ. അവരെ ഓൺബോർഡ് എടുക്കുന്ന സമയത്ത് ഷിപ്പിലെ ഡോക്ടറും ഷിപ്പിലെ ക്രൂവും അവർക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് അവരെ ടേക്ക് കെയർ ചെയ്തിട്ട് ഫുൾ സ്പീഡ് അവർ മംഗലാപുരം പോർട്ടിൽ ഇന്നലെ രാത്രി ഒരു 11:30 ഒക്കെ ആയപ്പോൾ അവർ എത്തിയിട്ടുണ്ട്. എൽസയിൽ നിങ്ങൾ കണ്ടാണ് ഷിപ്പ് സ്റ്റേബിൾ അല്ലായിരുന്നു. ഷിപ്പ് ഒരു ചരിഞ്ഞ ഇതിലായിരുന്നു, അൺസ്റ്റേബിൾ കണ്ടീഷനിലായിരുന്നു. ഇന്നിപ്പം ഷിപ്പ് സ്റ്റേബിളാണ്. ഷിപ്പിന് ഒരു ടിൽട്ടോ ഇൻക്ലിനേഷനോ ഒന്നും ഇല്ലായിരുന്നു ആസ് ഓൺ രാവിലെ വരെ എനിക്ക് കിട്ടിയ ഇൻപുട്ട് വെച്ചിട്ട്. പക്ഷേ ഫയർ കൺട്രോളും അല്ല, ഫയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഫയറിനെ കൺട്രോൾ ചെയ്യാനുള്ള ഇതാണ് ഇപ്പം നോക്കുന്നത്. അപ്പോൾ ഷിപ്പ് ഒരു സ്റ്റേബിൾ കണ്ടീഷനിലാണ് ഇപ്പോൾ ആസ് ഓഫ് നൗ. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം യോഗം ചേർന്നു. മാരിടൈം ബോർഡ് CEO പങ്കെടുത്തു. തുടർച്ചയായി കപ്പലപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് യോഗം ചേർന്നത്. ഇന്നലത്തെ തീപിടുത്തത്തിൽ കണ്ടെയ്നറുകളുടെ സ്ഥിതി അറിയില്ല. 3 ദിവസം കൊണ്ട് തീരത്തടിയാം. മാരിടൈം ബോർഡിന് കൂടുതലായി ഒന്നും ചെയ്യാനില്ല. മാരിടൈം ബോർഡും കോസ്റ്റൽ പോലീസും എല്ലാം ജാഗ്രത പുലർത്തുന്നുണ്ട്. സത്വര നടപടിയെടുക്കേണ്ടത് കപ്പൽ കമ്പനിയാണെന്ന് കേരള മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ള പറഞ്ഞു. ജിജീഷ് കരുണാകരൻ ചേരുന്ന വിവരങ്ങളുമായി. ജിജീഷ്, ഈ മാരിടൈം ബോർഡ് യോഗം ചേർന്ന് വിലയിരുത്തിയത് എന്താണ് ഈ വിഷയത്തിൽ? കാരണം തുടർച്ചയായി ഇപ്പോൾ ഈ 2 ആഴ്ചക്കിടെ 2ാമത്തെ കപ്പൽ അപകടമാണ് ഉണ്ടാകുന്നത്. എന്താണ് ഇവരുടെ വിലയിരുത്തൽ? മാരിടൈം ബോർഡ് ചെയർമാൻ വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ നാവികസേനയ്ക്കും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിനുമാണ് കൂടുതലായി ചെയ്യാനുള്ളത്. അവരെ സഹായിക്കുക എന്നൊരു കർത്തവ്യമാണ് മാരിടൈം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മറ്റു നടപടികൾ അവർ കൃത്യമായി തന്നെ പൂർത്തിയാക്കുന്നുണ്ട്. നാവികസേനയും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡും എല്ലാം രക്ഷാപ്രവർത്തനം, തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ അവർ ശക്തമായി തന്നെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ മുൻ കപ്പൽ അപകടവും ആയും നിലവിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ള അപകടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഷിപ്പിംഗ് മന്ത്രാലയം വിളിച്ചു ചേർത്ത യോഗത്തിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വന്നു, അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളെല്ലാം തന്നെ വന്നു. ഇന്നലത്തെ അപകടമാണ് ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്തത്. പ്രത്യേകിച്ച് കണ്ടെയ്നറുകളിലെ അപകടകരമായ വസ്തുക്കൾ, സ്ഫോടക വസ്തുക്കൾ അടക്കമുള്ള ഉണ്ടാകും എന്ന വിവരം തന്നെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കരയ്ക്കടിഞ്ഞാലുള്ള അപകടം, പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത തുടങ്ങിയവയെ സംബന്ധിച്ചെല്ലാം തന്നെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. എക്സ്പ്ലോസീവ് വിഭാഗവും ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തു. ഒപ്പം തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രതിനിധികളും ഷിപ്പിംഗ് മന്ത്രാലയം വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ വിവിധ പ്രതിനിധികൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയിൽ പ്രധാനമായും ഉന്നയിച്ചു. കണ്ടെയ്നറുകൾ കൊച്ചി അടക്കമുള്ള തീരങ്ങളിലേക്ക് അടിയാനുള്ള ഒരു സാധ്യത തന്നെയാണ് പ്രധാനമായും യോഗത്തിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെയെങ്കിൽ അത് എങ്ങനെ മറ്റു സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിൽ സമീപ പ്രദേശങ്ങളിൽ ഒരു അപകടകരമായ സ്ഥിതിയിലേക്ക് പരക്കുന്നത് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഒപ്പം തീ പൂർണ്ണമായും തന്നെ കെടുത്തേണ്ടത് എത്രമാത്രം കഴിയും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്നത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കാരണം അതിനുള്ള പരിശ്രമങ്ങൾ വലിയ തോതിൽ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയില്ല. മാത്രമല്ല കപ്പൽ ചെരിയുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതെല്ലാം തന്നെ കപ്പൽ മുങ്ങിപ്പോകുന്ന സ്ഥിതിയിലേക്കായിരിക്കും എത്തിക്കുക. എന്നാൽ ആ കണ്ടെയ്നറുകൾ ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക്, മറ്റു സ്ഥലങ്ങളിലേക്ക് ഒഴുകി എത്താതിരിക്കാനുള്ള ഒരു നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. മാരിടൈം ബോർഡിന് കൂടുതലായി ഒന്നും ചെയ്യാനില്ലെന്നും കോസ്റ്റൽ പോലീസ് ഒപ്പം ജാഗ്രത പുലർത്തുന്നുണ്ട്. മാരിടൈം ബോർഡും ഇക്കാര്യത്തിൽ ജാഗ്രതയോടെയാണ്. കാരണം തീരത്ത് 2-3 ദിവസത്തിനുള്ളിൽ കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടിയാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്.
തീരത്തേക്ക് അടുക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. ജാഗ്രതയോടെയാണ് കാര്യങ്ങളെ കാണുന്നത് എന്ന കാര്യം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ് നടപടിയെടുക്കേണ്ടത്. ജീവൻ രക്ഷിക്കുക എന്ന ഒരു നടപടിക്ക് തന്നെയാണ് പ്രാമുഖ്യം നൽകേണ്ടത്. അത് പ്രകാരം കോസ്റ്റ് ഗാർഡും ഷിപ്പിംഗ് നേവിയും എല്ലാം തുടക്കത്തിൽ തന്നെ നടപടികൾ സ്വീകരിച്ചിരുന്നു. അതിനുശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് ഉള്ള ഒരു നടപടിയിലേക്ക് നീങ്ങിയത്. അത് ഇപ്പോഴും തുടരുകയാണ് എന്ന കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കൂടുതലും കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിലാണ് എന്ന കാര്യമാണ് മാരിടൈം ബോർഡ് ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, ശരി ജിജേഷ്. ഭാരതാംബയുടെ ചിത്രം ഉൾപ്പെടുത്തിയ പോസ്റ്റർ പിൻവലിച്ച് CPI. കോട്ടയം മണ്ഡലം സമ്മേളന പോസ്റ്ററാണ് പിൻവലിച്ചത്. ദേശീയ പതാകയൊന്നും പാർട്ടി സമ്മേളന പരിപാടിയിൽ വേണ്ട എന്ന് CPI ജില്ലാ സെക്രട്ടറി VB ബിനു. ദേശസ്നേഹികളായ സഖാക്കളെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്ത BJP. റോബർട്ട് വാദ്രയ്ക്ക് ED നോട്ടീസ്. ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത്. അനധികൃത ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് നടപടി. നന്ദഗോപൻ ചേരുന്ന വിവരങ്ങളുമായി. നന്ദൻ, വിവരങ്ങൾ എന്താണ്? വീണ, ഇന്ന് ഹാജരാകണമെന്ന് കാട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ തന്നെ റോബർട്ട് വദ്രയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇന്ന് റോബർട്ട് വദ്ര ഹാജരാകില്ല എന്നുള്ളത് അയാളുടെ ഓഫീസിൽ നിന്നും ഔദ്യോഗികമായി വ്യക്തമാക്കി. നമുക്കറിയാം, പ്രിയങ്കയുടെ ഭർത്താവ്, വയനാട് MP ആയ പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര ഈ സഞ്ജയ് ഭണ്ഡാരി, പ്രതിരോധ ഇടപാടുകാരൻ സഞ്ജയ് ഭണ്ഡാരിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിപ്പിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഹാജരാകില്ല എന്നുള്ളത് അയാൾ വ്യക്തമാക്കിയിരിക്കുന്നു. 2004 മുതൽ 2014 വരെയുള്ള UPA സർക്കാരിൻ്റെ കാലത്ത് സഞ്ജയ് ഭണ്ഡാരി നിരവധി പ്രതിരോധ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും അതിൻ്റെ കമ്മീഷൻ, കൃത്യമായ അതിൻ്റെ ഇടപാടിൻ്റെ ഒരു വിഹിതം റോബർട്ട് വാദ്രയ്ക്ക് നൽകിയിട്ടുണ്ടെന്ന് എന്നുള്ളതുമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വേണ്ടി റോബർട്ട് വാദ്രയെ വിളിപ്പിച്ചിട്ടുള്ളത്. ലണ്ടനിലടക്കം റോബർട്ട് വാദ്ര ഈ സഞ്ജയ് ഭണ്ഡാരിയുമായി ചേർന്ന് വീടും വസ്തുവുമടക്കം വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തെളിവുകൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനൊപ്പം അല്ലെങ്കിൽ അവരുടെ കൈവശമുണ്ട് എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. പ്രത്യേകിച്ച് റോബർട്ട് വദ്രയും ഈ സഞ്ജയ് ഭണ്ഡാരിയുമായി നടത്തിയ ഇമെയിൽ സന്ദേശത്തിൻ്റെ അടക്കം തെളിവുകൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഏതാണ്ട് 300 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് പ്രധാനമായും ED കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് റോബർട്ട് വദ്രയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം ഏതാണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് ഏതാണ്ട് 8 തവണയോളം റോബർട്ട് വദ്രയെ മറ്റൊരു ഇടപാടുമായി ബന്ധപ്പെട്ട്, അതായത് ഹരിയാനയിലെ ഗുർഗാവിൽ നടത്തിയ ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. എന്നാൽ ഇത് മറ്റൊരു കേസിലാണ്. ഈ പ്രതിരോധ ഇടപാടുകാരൻ സഞ്ജയ് ഭണ്ഡാരിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ റോബർട്ട് വദ്രയെ ചോദ്യം ചെയ്യാൻ വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ശരി നന്ദൻ. എറണാകുളം ഉദയംപേരൂരിൽ പാസ്റ്റർമാർ സംഘടിപ്പിച്ച പരിപാടിയിൽ പാകിസ്ഥാൻ പതാക. ഉദയംപേരൂർ ജീസസ് ജനറേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിലാണ് സംഘാടകർ പാകിസ്ഥാൻ പതാക ഉപയോഗിച്ചത്. BJP ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീകുട്ടൻ തുണ്ടയിലിന്റെ പരാതിയിൽ കലാപാഹ്വാനത്തിന് ഉദയംപേരൂർ പോലീസ് കേസെടുത്തു. എറണാകുളം ഉദയംപേരൂർ ജീസസ് ജനറേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിലാണ് 20ഓളം രാജ്യങ്ങളുടെ പതാകയ്ക്കൊപ്പം പാകിസ്ഥാന്റെ പതാകയും ഉൾപ്പെടുത്തിയത്. പാസ്റ്റർമാർ സംഘടിപ്പിച്ച 40 ദിവസം നീണ്ടുനിന്ന എഫദ 2025 എന്ന പരിപാടിയിലായിരുന്നു പാകിസ്ഥാൻ പതാക പരസ്യമായി പ്രദർശിപ്പിച്ചത്. പരിപാടിക്ക് ശേഷം ഓഡിറ്റോറിയത്തിൽ നടന്ന മറ്റൊരു ചടങ്ങിൽ എത്തിയവരാണ് ഭാരതത്തിന്റെയും മറ്റ് രാജ്യങ്ങളുടെയും പതാകയ്ക്കൊപ്പം പാകിസ്ഥാന്റെ പതാകയും സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. BJP എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീകുട്ടൻ തുണ്ടത്തിലിന്റെ പരാതിയിൽ പരിപാടിയുടെ സംഘാടകനായ പാസ്റ്റർ ദീപു ജേക്കബിനെതിരെ ഉദയംപേരൂർ പോലീസ് കേസെടുത്തു. മതസ്പർദ്ധയ്ക്കും കലാപാഹ്വാനത്തിനുമാണ് കേസ്. പാകിസ്ഥാൻ പതാക പൊതുസ്ഥലത്ത് പരസ്യമായി പ്രദർശിപ്പിച്ച് ആരാധന നടത്തിയെന്ന് FIR-ൽ പറയുന്നു. അതേസമയം രാജ്യങ്ങളുടെ സമാധാനത്തിനായി നടത്തിയ പരിപാടിയെന്നാണ് സംഘാടകരുടെ വിശദീകരണം. പരിപാടിക്ക് ശേഷം ശുചിമുറിക്ക് സമീപം ഭാരതത്തിന്റെ പതാകയടക്കം കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഭാരത പതാകയോട് സംഘാടകർ അനാദരവ് കാട്ടിയെന്നും പരാതിയിലുണ്ട്. രാജ്യസുരക്ഷ മുൻനിർത്തി സംഭവം ഗൗരവമായി കണക്കിലെടുത്ത് നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ജനം, കൊച്ചി. തീവ്ര മതമൗലികവാദ സംഘടനയായ PDPയുമായുള്ള കൂട്ടുകെട്ടിനെ വെള്ളപൂശി CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. PDP ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള വർഗീയ സംഘടന അല്ലെന്ന് ന്യായീകരണം. നിലമ്പൂരിൽ PDPയുടെ പിന്തുണ വേണ്ടെന്ന് പറയില്ലെന്നും CPM സെക്രട്ടറി.
മതമൗലികവാദ സംഘടനകളെ ചേർത്തു നിർത്താൻ മത്സരിക്കുകയാണ് LDFും UDFും. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണ് മതതീവ്രവാദ സംഘടനകളെ താലോലിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തീവ്രവാദ സംഘടനയായ PDPയുടെ പിന്തുണ ന്യായീകരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോയമ്പത്തൂർ സ്ഫോടന കേസിൽ ജയിലിലായ അബ്ദുൽ നാസർ മദനി ചെയർമാനായ പാർട്ടി കൂടിയാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി. പക്ഷേ ഇവിടെ ഇപ്പോഴും കഴിഞ്ഞ 17-18 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, ഇപ്പോഴും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ളതിൽ വർഗീയവാദികളുമായിട്ട് ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന സ്ഥിതി തന്നെയാണ് യഥാർത്ഥത്തിൽ UDFിൻ്റെ ഭാഗമായിട്ടുള്ളത്. അത് തന്നെയാണ് മഴവിൽ സഖ്യമെന്ന് ഞാൻ പറഞ്ഞത്. ആ സഖ്യം ശക്തിയായിട്ട് നിൽക്കുകയാണ്. എന്തിനാണ് പറയേണ്ട കാര്യം? PDPയും ജമാഅത്ത് ഇസ്ലാം ഒരുപോലെയാണ്. അല്ല, സ്വീകരിക്കൊണ്ടോ ഇല്ലെന്നുള്ളതല്ല പ്രശ്നം. ഞാൻ പറഞ്ഞു വന്നത് PDPയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാം ഒരുപോലെയാണോ? എന്ത് സംശയ കാര്യത്തിന്? ജമാഅത്ത് ഇസ്ലാം ലോകത്തെമ്പാടുമുള്ള ഒരു വർഗീയ ശക്തിയാണ്. ലോകത്തെ ആ നിലപാടെന്നല്ലോ PDP എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. പീഡിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമല്ലേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് രണ്ടും കൂട്ടി കണക്കണ്ട. മറ്റൊരു മതമൗലികവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFിന് പിന്തുണ നൽകിയിരുന്നു. മറ്റൊരു മതമൗലികവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFിന് പിന്തുണ നൽകിയതിന് പിന്നാലെയായിരുന്നു ഗോവിന്ദൻ്റെ പ്രതികരണം. ജമാഅത്തെ ഇസ്ലാമി ലോകത്തെമ്പാടുമുള്ള വർഗീയ ശക്തിയാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പെടുക്കുമ്പോൾ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടത് മതതീവ്രവാദ ശക്തികളെ കേരളത്തിൽ വളർത്തുന്നത് തുടരുകയാണ് ഇടതു വലതു മുന്നണികൾ. ടീം ജനം, നിലമ്പൂർ. നിയമസഭാ ജീവനക്കാരും സ്പീക്കർ AN ഷംസീറും തമ്മിലുള്ള പോര് രൂക്ഷം. ലൈബ്രറി ജീവനക്കാർക്ക് ചട്ടങ്ങൾ മറികടന്ന് ഫയൽ എഴുതാൻ അനുമതി നൽകിയതിലെ പ്രതിഷേധമാണ് ഏറ്റുമുട്ടലായി മാറിയത്. എതിർപ്പ് ശക്തമാക്കിയ ഭരണാനുകൂല സംഘടനാ പ്രവർത്തകർക്ക് പിന്തുണയുമായി പ്രതിപക്ഷ സംഘടനയും രംഗത്തെത്തി. പ്രതിഷേധിച്ച് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത് സ്പീക്കറും നിലപാട് കടുപ്പിച്ചിരുന്നു. നിയമസഭയിലെ ലൈബ്രറി വിഭാഗത്തിലെ ജീവനക്കാർക്ക് ചട്ടവിരുദ്ധമായി ഓഫീസ് സംവിധാനത്തിൽ ഔദ്യോഗിക ലോഗിൻ ID അനുവദിച്ചുള്ള സ്പീക്കറുടെ ഉത്തരവാണ് പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത്. സ്പീക്കർ AN ഷംസീറിനെതിരെ ആദ്യം രംഗത്ത് വന്നത് ഭരണപക്ഷ സംഘടനാ ജീവനക്കാർ. ഉത്തരവിന് പിന്നാലെ CPM സംഘടനയായ ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അസോസിയേഷനിലെ 100ഓളം അംഗങ്ങൾ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു. സംഘടനയുടെ വാർഷിക സമ്മേളനത്തിൽ വിഷയം വാക്കേറ്റത്തിന് വരെ കാരണമായി. സ്പീക്കറുടെ തെറ്റായ നടപടിയിൽ പ്രതിഷേധമറിയിക്കാൻ സംഘടനാ നേതൃത്വത്തിന് സാധിച്ചില്ലെന്നായിരുന്നു വിമർശനം. വിഷയം ജീവനക്കാരുടെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത 6 ഭരണകക്ഷി സംഘടനാ പ്രവർത്തകരെ സ്പീക്കറെ അപകീർത്തിപ്പെടുത്തിയെന്ന് കാട്ടി സസ്പെൻഡ് ചെയ്തതോടെ പ്രതിഷേധം വീണ്ടും ശക്തമായി. സസ്പെൻഡ് ചെയ്യപ്പെട്ട ലെജിസ്ലേറ്റീവ് സെക്രട്ടറി സ്റ്റാഫ് അസോസിയേഷൻ പ്രവർത്തകർക്ക് പിന്തുണയുമായി പ്രതിപക്ഷ സംഘടനയായ കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അസോസിയേഷനും ഇതിനിടയിൽ രംഗത്ത് വന്നു. സസ്പെൻഷൻ പിൻവലിക്കണമെന്നും ലോഗിൻ ID സംബന്ധിച്ച ചട്ടവിരുദ്ധ നടപടികൾ റദ്ദാക്കണമെന്നുമായിരുന്നു പ്രതിപക്ഷ സംഘടനയുടെ ആവശ്യം. ലോഗൌട്ട് പ്രതിഷേധം, വായ് മൂടിക്കെട്ടി സമരം തുടങ്ങിയ സമരരീതികളുമായാണ് പ്രതിപക്ഷ സംഘടന ഭരണകക്ഷി സംഘടനയിലെ വിമതരെ പിന്തുണയ്ക്കുന്നത്. നിലവിൽ ഭരണകക്ഷി സംഘടനയുടെ വിരലിലെണ്ണാവുന്ന നേതാക്കൾ മാത്രമാണ് സ്പീക്കർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. വന്യജീവി പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിനെ പഴിചാരുന്നത് ആവർത്തിച്ച് വനമന്ത്രി AK ശശീന്ദ്രൻ. കേന്ദ്ര സർക്കാർ നിലപാട് അംഗീകരിക്കാനാകില്ല. കേന്ദ്ര നിർദ്ദേശം പാലിക്കുന്നതിന് കൂടുതൽ സമയം ആവശ്യമാണെന്ന് മന്ത്രി ന്യായീകരിച്ചു. മലപ്പുറം വഴിക്കടവിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് രൂക്ഷമായി വിമർശിച്ചിരുന്നു. നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരായ പരാതിയിൽ ജീവനക്കാരുടെ വാദം പൊളിയുന്നു. കേസിലെ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ബാങ്ക് ട്രാൻസാക്ഷൻ അടക്കമുള്ള രേഖകളാണ് പോലീസിന് ലഭിച്ചത്. കേസിൽ 2 ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് മ്യൂസിയം പോലീസ് ജനം TVയോട് പറഞ്ഞു. ജനം ബ്രേക്കിംഗ്. നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിൽ നിന്നും ജീവനക്കാർ 69 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്ന പരാതിയിലാണ് നിർണായക വിവരം പോലീസിന് ലഭിച്ചത്. ജീവനക്കാരായ വിനീത, ദിവ്യ, രാധാകുമാരി എന്നിവരുടെ ബാങ്ക് വിവരങ്ങൾ പോലീസ് പരിശോധിച്ചു. കഴിഞ്ഞ 1 വർഷമായി ജീവനക്കാർ നടത്തിയ ട്രാൻസാക്ഷൻ പോലീസ് ശേഖരിച്ചു. ഇതിൽ ക്രമക്കേട് നടന്നിട്ടുള്ളതായിട്ടാണ് വിവരം. കേസിലെ പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാരികൾ പണം തട്ടിയെടുത്തു എന്ന നിഗമനത്തിലാണ് പോലീസ്. 3 പേരുടെയും അക്കൗണ്ട് പരിശോധിച്ചതിൽ 3 പണം പരസ്പരം കൈമാറിയെന്ന വിവരവും പോലീസിന് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ യുവതികളെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യും. ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ അടക്കം നിരത്തിക്കൊണ്ടാകും ചോദ്യം ചെയ്യൽ. നിലവിൽ മ്യൂസിയം പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ കേസിൽ വ്യക്തതയുണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. നേരത്തെ ദിയ കൃഷ്ണയും കൃഷ്ണകുമാറും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഉപഭോക്താക്കൾ സ്ഥാപനത്തിന്റെ QR കോഡിന് പകരം സ്വന്തം അക്കൗണ്ടിൽ നിന്നും 69 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നായിരുന്നു പരാതി. ഇതിനു പിന്നാലെ കൃഷ്ണകുമാറിനെതിരെ മറ്റൊരു പരാതി ജീവനക്കാരികളും പോലീസിന് നൽകി. കൃഷ്ണകുമാർ തങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്നാരോപിച്ചായിരുന്നു കേസ്. ഈ 2 കേസിലും അന്വേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പെൺകുട്ടികളുടെ അവകാശവാദം തെറ്റാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തുന്നത്. ജനം, തിരുവനന്തപുരം. അതേസമയം നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് നടനും BJP നേതാവുമായ കൃഷ്ണകുമാർ പ്രതികരിച്ചു. ഇനി ഒരു വിട്ടുവീഴ്ചയുമില്ല. ജീവനക്കാർ നേരിട്ട് പ്രീമിയം കസ്റ്റമറുമായി ഇടപാടുകൾ നടത്തി. 69 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. കൂടുതൽ തുക തട്ടിയെടുത്തിരിക്കാനാണ് സാധ്യതയെന്നും കൃഷ്ണകുമാർ പറഞ്ഞു.
ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ വിവിധ രാജ്യങ്ങളിലേക്ക് പോയ പാർലമെന്ററി പ്രതിനിധി സംഘങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിവിധ രാജ്യങ്ങളുടെ പ്രതികരണവും യാത്രാ അനുഭവവും പ്രതിനിധി സംഘം പ്രധാനമന്ത്രിയുമായി പങ്കുവയ്ക്കും. 7 പ്രതിനിധി സംഘങ്ങൾ 32 രാജ്യങ്ങളാണ് സന്ദർശിച്ചത്. രണ്ട് വർഷത്തിനുള്ളിൽ ഭാരതത്തിലെ റോഡുകൾ അമേരിക്കയിലെ റോഡുകൾക്ക് സമാനമാകുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. അടിസ്ഥാന സൗകര്യമാണ് ഭാരതത്തിന്റെ സാമ്പത്തിക വികസനത്തിന് നട്ടെല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നിതിൻ ഗഡ്കരിയുടെ വാക്കുകൾ. ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായ ഭാരതം അടിസ്ഥാന സൗകര്യങ്ങളിൽ മുന്നേറുകയാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. അമേരിക്കയിൽ നിന്നുള്ള ചില വ്യക്തികളുമായി താൻ സംസാരിച്ചെന്നും ഭാരതത്തിലെ പല അടിസ്ഥാന സൗകര്യങ്ങളും അമേരിക്കയിൽ ഉള്ളതിനേക്കാൾ മികച്ചതാണെന്ന് അവർ പറഞ്ഞതായും മന്ത്രി കൂട്ടിച്ചേർത്തു. मुझे लगा कुछ गलती हो गई. उन्होंने बोला आज का हिंदुस्तान का रोड इंफ्रास्ट्रक्चर अमेरिका से अच्छा है. आप कभी अमेरिका में आए हुए लोगों को जिन देश में अभी टूर किया होगा उनसे पूछो, वही आपको सही प्रतिक्रिया. മോദി സർക്കാരിന്റെ കീഴിൽ നിർമ്മിച്ച റോഡുകൾ ലോജിസ്റ്റിക് ചെലവുകൾ കുറച്ചതായും നിതിൻ ഗഡ്കരി പറഞ്ഞു. ഇത് ഭാരതത്തിൽ നിന്നുള്ള കയറ്റുമതികൾ വർദ്ധിപ്പിച്ചു. കയറ്റുമതി വർദ്ധിക്കുകയാണെങ്കിൽ കാർഷികം, ഉൽപ്പാദനം തുടങ്ങിയ നിരവധി മേഖലകൾ മെച്ചപ്പെടുത്താൻ സഹായകരമാകും. ഒരു കാലത്ത് ഭാരതത്തിലെ റോഡുകളും തുറമുഖങ്ങളും മികച്ചതായിരുന്നില്ല. ഇത് ഗതാഗതക്കുരുക്കിന് കാരണമാക്കിയിരുന്നു. എന്നാൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ റോഡുകളും തുറമുഖങ്ങളും മെച്ചപ്പെട്ടെന്നും ലോജിസ്റ്റിക് ചെലവുകൾ കുറഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി. 25 ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേകൾ, 3000 കിലോമീറ്റർ തുറമുഖ കണക്ടിവിറ്റി ഹൈവേകൾ, 1 ലക്ഷം കോടി രൂപയുടെ റോഡുകൾ എന്നിവയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ജമ്മുവിനും ശ്രീനഗറിനും ഇടയിൽ 36 തുരങ്കങ്ങൾ കേന്ദ്ര സർക്കാർ വികസിപ്പിക്കുന്നുണ്ട്. 23 എണ്ണം പൂർത്തിയാക്കിയതായും നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക്, ജനം. US വാക്സിൻ കമ്മിറ്റി പിരിച്ചുവിട്ടു. അമേരിക്കൻ ആരോഗ്യ സെക്രട്ടറി റോബർട്ട് എഫ് കെന്നഡി ജൂനിയറാണ് 17-അംഗ കമ്മിറ്റി പിരിച്ചുവിട്ടത്. പ്രതിരോധ പദ്ധതികൾ സംബന്ധിച്ച് സർക്കാരിന് നിർദ്ദേശം നൽകുന്ന സംവിധാനമാണ് വാക്സിനേഷൻ കമ്മിറ്റി. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, വിവരങ്ങൾ എന്താണ്? ലോസ് ഏഞ്ചൽസിലെ കലാപകാരിയെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച് FBI. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയ ആളെയാണ് പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചത്. കലാപം നിയമവിരുദ്ധ സംഘം ചേരലായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡെമോക്രാറ്റിക് പാർട്ടി ഭരിക്കുന്ന സ്റ്റേറ്റിൽ നടന്ന ആക്രമണം സങ്കീർണ രാഷ്ട്രീയ പ്രശ്നങ്ങളും ഉയർത്തുന്നു. പ്രശസ്ത ബ്രിട്ടീഷ് സാഹിത്യകാരൻ ഫെഡറിക് ഫോസിത്ത് അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ദ ഡേ ഓഫ് ജാക്കിൾ ഉൾപ്പെടെയുള്ള ആകർഷകമായ നിരവധി നോവലുകളുടെ സൃഷ്ടാവാണ് വിട പറഞ്ഞത്. മാധ്യമപ്രവർത്തന രംഗത്ത് ഒട്ടേറെ സംഭാവന നൽകിയ വ്യക്തിയാണ് ഫോസിത്ത്. 2015 ഇറങ്ങിയ ദ ഔട്ട്സൈഡർ, മൈ ലൈഫ് ഇൻ ഇൻട്രീഗ് ഫോസിത്തിന്റെ ആത്മകഥയാണ്. ദ ഒഡേസ ഫയർ, ദ ഡോഗ്സ് വാർ, ദ ഫോക്സ് തുടങ്ങിയവയാണ് മറ്റു പ്രധാന രചനകൾ. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ബഹിരാകാശത്തേക്ക് പോകാനൊരുങ്ങുന്ന ഭാരതീയനും ആക്സിയം 4 ദൗത്യത്തിന്റെ ഗ്രൂപ്പ് ക്യാപ്റ്റനുമായ ശുഭാൻഷു ശുക്ലയ്ക്ക് ആശംസകൾ അറിയിച്ച് എയർ ചീഫ് മാർഷൽ AP സിംഗ്. വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഇരുവരും സംസാരിച്ചത്. ബഹിരാകാശ ദൗത്യമായ ആക്സിയം 4നായി ഒരുങ്ങുന്ന ശുഭാൻഷു ശുക്ലയ്ക്കും ദൗത്യത്തിലെ മുഴുവൻ ജീവനക്കാർക്കും സുരക്ഷിതവും വിജയകരവുമായ യാത്ര ആശംസിക്കുന്നുവെന്ന് എയർ ചീഫ് മാർഷൽ പറഞ്ഞു. ഇത് ബഹിരാകാശ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 1984 രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് പോകുന്ന ഭാരതീയനായ 2ാമത്തെ ബഹിരാകാശ യാത്രികനാണ് ശുഭാൻഷു ശുക്ല.
ക്ഷേത്രത്തിനകത്ത് മാംസാഹാരം ഭക്ഷിച്ചയാൾ പോലീസ് കസ്റ്റഡിയിൽ. തമിഴ്നാട് തിരുവണ്ണാമലയിലെ അണ്ണാമലൈ ക്ഷേത്രത്തിനകത്താണ് ഇയാൾ മാംസാഹാരം ഭക്ഷിച്ചത്. മാംസാഹാരം ഭക്ഷിച്ച സംഭവം ഭക്തർക്കിടയിൽ വൻ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ക്ഷേത്ര പരിസരത്ത് മാംസാഹാരം ഭക്ഷിക്കുന്നത് കണ്ട ഭക്തർ അധികാരികളെ അറിയിക്കുകയായിരുന്നു. പോലീസ് അന്വേഷണം തുടരുന്നു. രാജ്യത്ത് കോവിഡ് കേസുകളിൽ വർധന. 6815 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് 324 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 3 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. കേരളം, ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലാണ് കൂടുതലായി സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് കോവിഡ് കേസുകളിൽ വൻ വർധന. കേരളത്തിൽ ആകെ കേസുകൾ 2000 കടന്നു. കേരളത്തിൽ 24 മണിക്കൂറിനിടെ പുതിയ 96 കേസുകളും ഒരു കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തു. കൊറോണ കണക്കുകൾ പോലും പൊതു സൈറ്റുകളിൽ ഉൾപ്പെടുത്തുന്നതിൽ ആരോഗ്യവകുപ്പ് വീഴ്ച വരുത്തി. കണക്കെടുക്കുമ്പോൾ രോഗികളുടെ എണ്ണത്തിൽ കേരളത്തിൽ വൻ വർധനവ്. കഴിഞ്ഞ ഒരു മാസത്തെ കണക്കെടുത്താൽ രോഗം ബാധിച്ചവരിൽ 3 പേർ മരണപ്പെട്ടു. നിലവിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6815 24 മണിക്കൂറിനിടെ 96 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. രോഗം പടർന്നു പിടിക്കുമ്പോൾ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലും താലൂക്ക് ആശുപത്രികളിലും കൊറോണ പരിശോധനാ കേന്ദ്രങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ നടപ്പിലാക്കിയിട്ടില്ല. ജാഗ്രതാ മുൻകരുതലുകൾ നൽകുന്നതിലും ആരോഗ്യവകുപ്പിന് വീഴ്ച പറ്റി. കൊറോണ കണക്കുകൾ പോലും പൊതു സൈറ്റുകളിൽ ഉൾപ്പെടുത്തുന്നതിൽ വകുപ്പ് വീഴ്ച വരുത്തി. മിക്ക ആശുപത്രികളിലും ഡോക്ടർമാരോ കിടക്കകളോ ഇല്ല. ദിനംപ്രതി രോഗം വർദ്ധിക്കുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കനത്ത അനാസ്ഥയാണ്. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് മലാപ്പറമ്പിലെ പെൺവാണിഭ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം. അറസ്റ്റിലായ പ്രധാന പ്രതിയുടെ ഫോണിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അന്വേഷണം. നടത്തിപ്പുകാർക്ക് പുറമേ നിന്നുള്ള സഹായം ലഭിച്ചിരുന്നതായി നേരത്തെ കണ്ടെത്തിയിരുന്നു. മലാപ്പറമ്പിൽ പ്രമുഖ സ്വകാര്യ ആശുപത്രിയോട് ചേർന്നുള്ള അപ്പാർട്ട്മെന്റിൽ നടത്തിയ റെയ്ഡിലാണ് പെൺവാണിഭ സംഘം പിടിയിലായത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് സ്ത്രീകളെ എത്തിച്ചായിരുന്നു പെൺവാണിഭം. വയനാട് സ്വദേശി ബിന്ദു, ഇടുക്കി സ്വദേശി അഭിരാമി, കരുവൻതിരുത്തി സ്വദേശി ഉപേഷ് തുടങ്ങി 9 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ ബിന്ദുവിന്റെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 2 പോലീസുകാരുമായി ബന്ധപ്പെട്ട സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. വിജിലൻസ്, കൺട്രോൾ റൂം എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന 2 ഉദ്യോഗസ്ഥർക്കെതിരെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. കൂടുതൽ തെളിവുകൾക്കായി പോലീസ് മൊബൈൽ CDR പരിശോധിക്കുന്നുണ്ട്. 2022 ലഭിച്ച പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് ബിന്ദുവിനെ നോട്ടീസ് നൽകി വിട്ടയച്ചിരുന്നു. ഈ സമയം ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർ ബിന്ദുവിനെ ഫോണിൽ ബന്ധപ്പെട്ടതായാണ് വിവരം. 2 വർഷത്തിനു ശേഷമാണ് പെൺവാണിഭ സംഘം മലാപ്പറമ്പിൽ താവളമാക്കിയത്. സംഘത്തിന് പുറമേ നിന്നുള്ള ചിലരുടെ സഹായം ലഭിച്ചതായി പോലീസിന് പ്രാഥമിക അന്വേഷണത്തിൽ വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ തുടർ നടപടികളിലേക്ക് നീങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ജനം, കോഴിക്കോട്. സംസ്ഥാനത്ത് അടുത്ത 3 മണിക്കൂറിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചു. ഇന്നു മുതൽ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും കപ്പലപകടവും തൊഴിൽ ദിനങ്ങളെ ബാധിച്ചതിനാൽ മത്സ്യബന്ധന മേഖലയാകെ കടുത്ത പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഇത്തവണത്തെ ട്രോളിംഗ് നിരോധനം. അർദ്ധരാത്രിയിൽ കൊല്ലം നീണ്ടകര പാലത്തിന്റെ സ്പാനുകളെ ബന്ധിച്ച് ചങ്ങലയിട്ടതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നടപ്പിൽ വന്നു. ഇന്നു മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് ട്രോളിംഗ് നിരോധനം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമാണ് മത്സ്യബന്ധനത്തിന് ഈ കാലയളവിൽ അനുമതിയുള്ളത്. അതേസമയം ഇരട്ട വള്ളങ്ങൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനവും നിരോധിച്ചു. വലിയ വള്ളങ്ങൾക്കൊപ്പം ഉപയോഗിക്കുന്ന കരിയർ വള്ളങ്ങൾ കൊണ്ടുപോകുന്നതിലും നിയന്ത്രണമുണ്ട്.
ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ശരിയായ സമയത്തല്ല സർക്കാർ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയതെന്നാണ് ഉയരുന്ന വിമർശനം. ട്രോളിംഗ് നിരോധനം 52 ദിവസം നിരോധനം വെച്ചു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഈ 52 ദിവസം അല്ല, ഇപ്പോഴല്ല ഇത് വെക്കേണ്ടത്. ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പണിയെടുക്കാൻ പോകുന്ന ഒരു തൊഴിലാളിക്കും എന്ത് ചെയ്യുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. ഈ നിങ്ങൾ പോയി കാണുന്ന ഈ വള്ളങ്ങളെല്ലാം വെറുതെ പിടിക്കുക. സാധാരണ ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ മത്സ്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അത് ഇപ്പോൾ ഒരു മീനും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ട്രോളിംഗ് നിരോധനം കൊണ്ട് യാതൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മത്സ്യത്തൊഴിലാളിക്ക് എപ്പോഴും അവഗണന മാത്രം, ഒന്നും കിട്ടുന്നില്ല, ഒരു കാര്യവും നടക്കുന്നില്ല. പ്രതികൂല കാലാവസ്ഥ മത്സ്യമേഖലയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതിനിടെയാണ് കപ്പലപകടം കൂടെ എത്തിയത്. തൊഴിൽ മേഖലയെ കാര്യമായി ബാധിച്ചതിനാൽ ട്രോളിംഗ് നിരോധനത്തിൽ ഇളവ് അനുവദിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതുണ്ടായില്ല. ആനുകൂല്യമായി 6 കിലോ അരിയും 1000 രൂപയും സർക്കാർ നൽകുമെന്ന് പറഞ്ഞെങ്കിലും അതുകൊണ്ട് എന്താവാനെന്നതാണ് മത്സ്യത്തൊഴിലാളികളുടെ ചോദ്യം. ജനം, കൊല്ലം. സിനിമാ തിയേറ്ററുകളിലെ അധിക ടിക്കറ്റ് നിരക്കിൽ പൊതുതാൽപര്യ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ നോട്ടീസ്. സർക്കാർ വിശദീകരണം നൽകണം. 3 ആഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. സംസ്ഥാനത്തെ സിനിമാ തിയേറ്ററുകളിലെ ടിക്കറ്റ് നിരക്ക് ഏകീകരിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. രേഷ്മ ബാബു ചേരുന്നു വിവരങ്ങളുമായി. രേഷ്മ, വിവരങ്ങൾ എന്താണ്? വീണ, സിനിമാ തിയേറ്ററുകളിലെ അധിക ടിക്കറ്റ് നിരക്ക് ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതിയിലെ പൊതുതാൽപര്യ ഹർജി എത്തിയത്. ഈ ഹർജി പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് നിലവിൽ സർക്കാരിന് നോട്ടീസ് നൽകുകയും അതോടൊപ്പം തന്നെ വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള മറുപടി നൽകണമെന്നുള്ളതാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. ഈ സംസ്ഥാനത്തെ സിനിമാ തിയേറ്ററുകളിലെ ടിക്കറ്റ് നിരക്ക് നിലവിൽ വ്യത്യസ്തമാണ്. ഓരോ തിയേറ്ററുകളിലും തോന്നിയ നിരക്കാണ് ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടിക്കറ്റിന്റെ നിരക്ക് ഏകീകരിക്കണം എന്നുള്ളതാണ് ഹർജിയിൽ പ്രധാനമായിട്ടും ആവശ്യമായി ഉന്നയിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ PVR, ഇനക്സ് ഉൾപ്പെടെയുള്ള മൾട്ടിപ്ലക്സുകൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം കൂടി ഇക്കാര്യത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് അതോടൊപ്പം തന്നെ കർണാടക, തമിഴ്നാട് ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ടിക്കറ്റ് നിരക്ക് നിയന്ത്രിക്കാൻ നിയമം പ്രാബല്യത്തിൽ വരുത്തിയിട്ടുണ്ട്. സമാനമായിട്ടുള്ള വിഷയത്തിൽ മദ്രാസ്, തെലങ്കാന ഹൈക്കോടതികൾ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ കേരള സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നടപടികൾ, അതായത് ടിക്കറ്റ് നിരക്ക് ഏകീകരിച്ചുകൊണ്ട് അധിക നിരക്ക് ഈടാക്കുന്നവർക്കെതിരെ നടപടി എടുത്തുകൊണ്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് കടക്കണമെന്നുള്ളതാണ് ഹർജിക്കാരന്റെ പ്രധാനപ്പെട്ട ആവശ്യം. കോട്ടയം സ്വദേശിയാണ് ഇത്തരമൊരു ഹർജി നൽകിയത്. എന്തായാലും ഹർജിയിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഓക്കെ, ശരി രേഷ്മ. വയനാട് വെണ്ണിയോട് റോഡിന്റെ വശം ഇടിഞ്ഞിട്ട് 1 വർഷമായിട്ടും നന്നാക്കാൻ നടപടിയില്ല. ഊട്ടുപാറ ചെന്നാലോട് റോഡിന്റെ അരികാണ് കഴിഞ്ഞ മഴക്കാലത്ത് ഇടിഞ്ഞു വീണത്. അപകട സാധ്യതയുള്ള സ്ഥലമായതിനാൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ. റോഡ് ഇടിഞ്ഞു താഴ്ന്ന 1 വർഷമായിട്ടും യാതൊരു വിധത്തിലുള്ള നടപടിയുമില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വൻതോതിൽ റോഡ് സൈഡ് പുഴയിലേക്ക് ഇടിഞ്ഞതിനാൽ വെണ്ണിയോട് വലിയ പുഴ ഗതിമാറി ഒഴുകാൻ സാധ്യതയുണ്ട്. വെണ്ണിയോട് ടൗണുമായി നിരവധി ഗ്രാമങ്ങളെയും ടൗണുകളെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് ഇടിഞ്ഞു താഴ്ന്നത്. നിരവധി സ്കൂൾ ബസ്സുകളും കടന്നുപോകുന്ന വഴിയാണിത്. ഇത് PWD റോഡാണ്. കോട്ടത്തറ അതുപോലെ കൽപ്പറ്റയായിട്ട് പ്രധാനപ്പെട്ട ഒരു ബസ് റൂട്ടാണ് ഇത്. അതിന് ഇവിടെ അടുത്ത് തന്നെ ഒരു ഹൈസ്കൂളുണ്ട്. ഹൈസ്കൂളിലേക്ക് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ടൗണുകളിലേക്കും മറ്റു കേന്ദ്രമായ റോഡാണ്. ഈ റോഡിന് 15 കോടി റുപ്യ ഫണ്ട് വെച്ചു. അതിന് 2 കോടി റുപ്യ ഈ പുഴ സൈഡ് കെട്ടാൻ വേണ്ടി മാത്രമേ ഉള്ളതാണ്. ഫണ്ട് അനുവദിക്കുകയും ചെയ്ത് കോൺട്രാക്ടർമാർ സാധനം ഇറക്കുകയും ചെയ്ത് അർദ്ധരാത്രിക്ക് വന്നുകൊണ്ട് കോൺട്രാക്ടർ ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഈ വീടിനുള്ള സാധനങ്ങൾ, മെറ്റീരിയൽ സാധനങ്ങൾ അടക്കം വീടിന് കടത്തിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഈ കഴിഞ്ഞ 1 വർഷത്തോളമായി പൊട്ടിക്കിടക്കുന്ന ഈ റോഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇവിടെ ഈ ടാറിങ്ങി ഭാഗം പകുതിയോളം ഇവിടെ പുഴയിലേക്ക് ഇടിഞ്ഞു പോയി. ഏത് സമയവും അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ള വളവിലാണ് ഇടിച്ചിലുണ്ടായിട്ടുള്ളത്. പുഴ ഭിത്തി കെട്ടാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഫണ്ട് വകയിരുത്തുകയും ടെൻഡർ ആവുകയും ചെയ്തു. ആവശ്യമായ മെറ്റീരിയലുകൾ കരാറുകാർ ഇറക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അർദ്ധരാത്രി നാട്ടുകാർ അറിയാതെ അവയെല്ലാം ബന്ധപ്പെട്ടവർ കടത്തിക്കൊണ്ടുപോയെന്നാണ് നാട്ടുകാരുടെ പ്രധാന പരാതി. എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ജനം, വയനാട്. ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്ത തൃശൂർ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് രോഗലക്ഷണങ്ങൾ. 59 വിദ്യാർത്ഥികൾ ചികിത്സ തേടിയെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. എന്നാൽ 110ഓളം കുട്ടികൾ ചികിത്സയിലെന്ന് നാട്ടുകാർ പറയുന്നു. സ്കൂളിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്.
കഴിഞ്ഞ ദിവസം ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്ത തൃശ്ശൂർ ജില്ലയിലെ എരുമപ്പെട്ടി ഗവൺമെൻറ് LP സ്കൂളാണിത്. 510 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ പറഞ്ഞത് 59 കുട്ടികൾക്കാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായിട്ടുള്ളതെന്നാണ് സ്കൂളിൻ്റെയും അതേപോലെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെയും ഭാഗത്ത് നിന്ന് ഒരു അറിയിപ്പുണ്ടായത്. എന്തായാലും അതിനുശേഷം 110ഓളം വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ ശാരീരിക അവശതകൾ തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. പല കുട്ടികളും ശരീരം തളർന്നതിനെ തുടർന്ന് വീടുകളിലടക്കം വിശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു പ്രതിഷേധം BJPയുടെയൊക്കെ ഭാഗത്ത് നിന്ന് സ്കൂളിലേക്ക് വലിയൊരു പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സർവകക്ഷി യോഗം ചേർന്നുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായിട്ടൊരു നടപടി എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ളൊരു കാര്യങ്ങൾ പുറത്തറിയിക്കണം, ജനങ്ങളെ അറിയിക്കണമെന്നൊക്കെ അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയൊരു ആവശ്യം ഉയരുമ്പോഴും അതിനുവേണ്ട ഒരു നടപടി എന്തായാലും സ്കൂളിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ അധികൃതരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാവുന്നില്ല. ജില്ലാ കളക്ടർ അടക്കം ഈ വിഷയത്തിൽ ഇടപെടണമെന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതിലുള്ള നടപടികളൊന്നും ഉണ്ടാവുന്നില്ല. എന്തായാലും ഈ സ്കൂളിൽ നിന്നുണ്ടായ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു വിദ്യാർത്ഥിയുടെ അച്ഛൻ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തായിരുന്നു ചേട്ടാ ഈ ഒരു സംഭവം? എങ്ങനെയാണ് കുട്ടിക്കൊരു അവശത ഉണ്ടായത്? ഞാൻ പണിക്ക് പോയെടുക്കണ്ടായിരുന്നു. അപ്പോൾ കുട്ടിക്ക് പനി, ജലദോഷം, വയറ്റിന്ന് പോക്ക് അതൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ മറ്റേ ഇവിടുത്തെ മിത്ര ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ അവിടെ പനിയെന്ന് പറഞ്ഞപ്പോൾ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഓട്ടുപാറ ഹോസ്പിറ്റലിൽ ഇവിടെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അവിടുന്ന് മടക്കി. പിന്നെ അപ്പോൾ സാധാരണ പനിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പണിക്ക് പോയി. അപ്പോൾ പിന്നെ വീണ്ടും കുട്ടിക്ക് വയറ്റിന്ന് പോക്ക് ഇതൊക്കെ കൂടിയപ്പോൾ വീണ്ടും കൊണ്ടുവന്നു ഓട്ടുപാറയ്ക്ക്. അപ്പോൾ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ് ചെയ്ത്. അപ്പോൾ പിന്നെ അവിടെ കാണിച്ചപ്പോഴാണ് ഓരോ കുട്ടികളും അവിടേക്ക് വരൽ തുടങ്ങിയത്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ ഒരു ഇതാണെന്ന്. കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? എന്തൊക്കെയാണ് ഡോക്ടർമാർ എന്താണ് പറയുന്നത്? ഇപ്പോൾ വലിയ കുഴപ്പമില്ല. മറ്റേതൊക്കെ കുട്ടി ഒക്കെ തളർന്ന് കിടക്കേണ്ടിരുന്നത്, വയറ്റിന്ന് പോക്ക്, പനി ഇതുണ്ടായിരുന്നത്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, റിക്കവർ ആയിട്ടുണ്ട്. നിങ്ങൾ ഈ സ്കൂൾ അധികൃതരോട് ചോദിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്? PT ഇതൊന്ന് ഒന്നും വന്നിട്ടില്ല. പിന്നെ ടീച്ചർമാർ നല്ല സപ്പോർട്ടാണ്. ടീച്ചർമാരൊക്കെ വിളിക്കാറുണ്ട്. ഇന്നലെ വരെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഹെൽത്തിൽ നിന്ന് അവർ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. ഇന്ന് കാലത്തടക്ക് വിളിച്ച് ഞങ്ങൾ ചോദിച്ചു കുട്ടിക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ നല്ല ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് ടീച്ചർമാർ. അതെ, എന്തായാലും ഇതാണ് സംഭവം. അതായത് ആദ്യ ഘട്ടത്തിൽ 1-2 കുട്ടികൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് അത് എണ്ണം കൂടിക്കൂടി വരികയായിരുന്നു. ഈ പ്രദേശത്തെ സർക്കാർ ആശുപത്രികളിലും അതേപോലെ തന്നെ സ്വകാര്യ ആശുപത്രികളിലും എത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിയതോടുകൂടി, ഈ അവശതകളെ തുടർന്ന് എത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിയതോടുകൂടിയാണ് ഇത്തരത്തിലൊരു സ്കൂളിൽ നിന്നും കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് ഇത്തരത്തിലൊരു ഭക്ഷ്യവിഷബാധ ഉണ്ടായതായിട്ടുള്ളൊരു നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും ഈ സ്കൂളിലെ കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ള കുടിവെള്ളം ശേഖരിക്കുന്ന ടാങ്കുകളടക്കം കൃത്യമായിട്ട് ശുചീകരിക്കുന്നില്ല. ആ ടാങ്കുകളിലേക്ക് കയറി ശുചീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കോണി പോലും ഇവിടെ ഇല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ സ്കൂളിലെത്തിയപ്പോൾ അത് കുട്ടികളുടെ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് അടക്കം ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പരിശോധനയൊക്കെ ഇപ്പോൾ നടത്തുന്നുണ്ട്. എന്തായാലും ഈ നാട്ടിലുള്ള ചിലരും നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ PT ഭാഗത്ത് നിന്ന് വലിയൊരു അലംഭാവം ഉണ്ടായിട്ടുണ്ട് ഈ കാര്യത്തിൽ നിന്നാണ് ഇവരുടെ ഒരു ആരോപണം. എന്താണ് ചേട്ടാ ഈ സംഭവമായിട്ട് എന്താണ് ഈ ഇങ്ങനൊരു ഭക്ഷ്യവിഷബാധ ഉണ്ടാവാനുള്ള ഒരു കാരണം തന്നെ? നമ്മൾ ഒരു വലിയൊരു അപകടം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ 100% അതിന് അടുത്ത പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് ഇവിടെ വന്നതാണ്. പക്ഷെ ഇവിടെ വന്ന സമയത്ത് നമുക്കതൊരു തൃപ്തി തോന്നിയില്ല. കാരണം ഒരു മീറ്റിങ്ങുകൾ മാത്രമാണ് ഇവിടെ നടന്നത്. ചർച്ച ചെയ്യുക, സർവകക്ഷി യോഗം വിളിക്കുക, മീറ്റിങ്ങുകൾ വിളിക്കുക, അത്തരം സംഭവം ഉണ്ടായപ്പോഴാണ് നമ്മൾ കൂടുതൽ ഈ വിഷയത്തിൽ ഇടപെട്ടത്. അപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപകടം ഉണ്ടായതിന് ശേഷമാണ് ഈ സ്കൂളിലെ ക്ലീനിങ് പരിപാടികൾ നടക്കുന്നത്. ഇവർ ചിലപ്പോൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോൾ നോക്കി ഇന്ന് വരെ ഇവിടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് മുന്നേ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു അപകടം ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് ഇവിടെ പെയ്യുന്ന മഴവെള്ളം പോകാൻ വേണ്ടി അവിടെ ഒരു ഭാഗത്ത് ഒരു കാന നിർമ്മിച്ചിട്ടുണ്ട്. ആ കാനയിൽ കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ പുറത്ത് പെയ്യുന്ന മഴയുടെ വെള്ളം വരാനുള്ള സംവിധാനം അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് കുടിവെള്ള കിണറിനോട് ചേർന്നിട്ടാണ് ആ കാന പോകുന്നത്. അവിടെ ഒന്നും ക്ലീനിങ് ചെയ്തിട്ടില്ല, വളരെ മോശം. അതുപോലെ തന്നെ ഇവിടെ കുടിവെള്ളത്തിൻ്റെ ടാങ്ക് കണ്ടാൽ നമുക്കറിയാൻ പറ്റും. അവർ ക്ലീൻ ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ അതിൻ്റെ മുകളിൽ കയറാനുള്ള ഒരു സംവിധാനങ്ങളോ അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യുന്ന സംവിധാനങ്ങളോ ഇല്ലാത്തതൊക്കെ തന്നെയാണ് ഇതിൻ്റെ കാരണം. അതായത് അധികാരികളുടെ അശ്രദ്ധയാണ് ഇതിൻ്റെ കാരണം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വിഷമം തോന്നുന്ന കാര്യം, ഇത്രയും 150-150ഓളം കുട്ടികൾക്ക് ഈ അപകടം ഉണ്ടായിട്ട് ഈ കൃത്യമായൊരു കണക്ക് പോലും പറയാൻ ഈ സ്കൂൾ അധ്യാപകർക്കോ അതല്ലെങ്കിൽ PTA ഈ ഇവിടുത്തെ പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകൾക്കോ സാധിച്ചിട്ടില്ല. മാത്രമല്ല ഇത്രയും വലിയൊരു അപകടം ഉണ്ടായ സമയത്ത് ആ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്, ഗവൺമെൻറ് സ്കൂളാണ്, അവർക്കൊരു അടിയന്തര ചികിത്സ
സഹായം പോലും കൊടുക്കാൻ പറ്റിയിട്ടില്ല. കൊടുക്കാമെന്ന് പറയുന്നുണ്ട് ഇവർ. ഇതെല്ലാം കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞിട്ടല്ലല്ലോ കൊടുക്കുക. അവർ പൈസ ഇല്ലാത്ത ആളുകളാണ്, കൂലിപ്പണി എടുക്കുന്ന ആളുകളാണ്. അതൊക്കെ അപ്പം തന്നെ കൊടുക്കാനുള്ള ഒരു സംവിധാനം വേണ്ട, ഇന്നെങ്കിലും കൊടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്യണ്ടേ. സാമ്പത്തികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് മെഡിക്കൽ കോളേജിൽ എടുക്കുന്നുണ്ട്. ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടാണ്. 2 ദിവസം മുന്നേ ഞങ്ങൾ പോയി സന്ദർശിച്ചപ്പോഴും അതുപോലെ പറയുന്നവർ. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാനോ അതുപോലെ സർവകക്ഷി യോഗം വിളിച്ചിട്ടോ നിൽക്കരുത്. അധികാരികളോട് ഞങ്ങൾക്ക് അതാണ് പറയാനുള്ളത്. ഇതുവരെ രോഗത്തിൻ്റെ വന്ന വഴി മനസ്സിലായിട്ടില്ല ഇവർക്ക്. വെള്ളത്തിൽ നിന്നാണോ ചോദിക്കുന്നുണ്ട്, പാലിൽ നിന്നാണോ മുട്ടയിൽ നിന്നാണോ ഒക്കെ പറയുന്നത്. ഇവർക്ക് ആർക്കും അറിയണില്ല ഇവിടെ എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ള കാര്യം പറയണ്ടേ. അത് ചെയ്യാത്തതാണ് നമുക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് വന്നത്. അതുകൊണ്ടാണ് നമ്മളിതിന് പ്രതിഷേധം പരിപാടി പറയുന്നത്. ഈ ഇത്ര പോലത്തെ മാധ്യമ പ്രവർത്തകർക്ക് ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. വളരെ ബുദ്ധിമുട്ടിലാണ് സാധാരണക്കാരായ കുട്ടികൾ കിടക്കുന്നത്. എന്തായാലും ഇതാണ് ഇവർ പറയുന്നത്. ഇവിടെ എങ്ങനെ രോഗം വന്നു, ഈ രോഗം എങ്ങനെ ഉണ്ടായി, അത് പടരാനുണ്ടായ സാഹചര്യം എന്താണ്, ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടൊരു പഠനം നടത്തണം എന്നാണ് നാട്ടുകാരുടെയും അതേപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെയൊക്കെ ആവശ്യം. ക്യാമറമാൻ VM മനുകൃഷ്ണയ്ക്കൊപ്പം സാനു കെ സജീവ്, ജനം, തൃശൂർ. ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ചാർത്തിയ മാല മോഷ്ടിച്ച മേൽശാന്തി പിടിയിൽ. പാലക്കാട് സ്വദേശി ഹരികൃഷ്ണനാണ് കോഴിക്കോട് പന്തീരങ്കാവ് പോലീസിന്റെ പിടിയിലായത്. പന്തീരങ്കാവ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ചാർത്തിയ 13 ഗ്രാം സ്വർണ്ണമാലയാണ് മോഷ്ടിച്ചത്. 3 മാസം മുമ്പാണ് പന്തീരങ്കാവ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മേൽശാന്തിയായി ഹരികൃഷ്ണൻ ചുമതലയേറ്റത്. ക്ഷേത്രത്തിൽ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന മാല കഴിഞ്ഞ ഏതാനും ദിവസമായി കാണാത്തതിനെ തുടർന്ന് ക്ഷേത്രം ഭാരവാഹികൾ മേൽശാന്തിയോട് അന്വേഷിച്ചിരുന്നു. എന്നാൽ ഓരോ ദിവസവും വിഗ്രഹത്തിൽ കളഭം ചാർത്തിയതിന് അടിയിലാണ് മാല എന്നതായിരുന്നു മറുപടി. സംശയം തോന്നിയ ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഹരികൃഷ്ണനെ തടഞ്ഞുവെച്ച് പരിശോധിക്കുകയായിരുന്നു. പന്തീരങ്കാവ് പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. പോലീസ് സ്ഥലത്തെത്തി മേൽശാന്തിയെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം നടത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ഇതിനു മുമ്പ് സ്ഥിരമായിട്ടൊരു ശാന്തിക്കാരുണ്ടായിരുന്നു. അപ്പോൾ താൽക്കാലികമായിട്ട് ഇയാൾ വെച്ചതായിരുന്നു ഒരു കുട്ടി ശാന്തിക്കുന്ന നിലയ്ക്ക്. 3 മാസമേ ഇയാൾ വന്നിട്ടായിട്ടുള്ളൂ. അപ്പം ഭഗവാന്റെ ശരീരത്തിലുണ്ടായിരുന്നൊരു മണിമാല അത് കാലങ്ങളായിട്ട് പോരുന്നതാണ്. അപ്പോൾ അത് കാണാണ്ടായ സമയത്ത് ഞങ്ങൾ ചെക്ക് ചെയ്തതാണ്. ചെക്ക് ചെയ്ത സമയത്ത് മാല ഇല്ല. അപ്പോൾ അത് അയാൾ ചോദിച്ച സമയത്ത് അയാൾ ഇന്ന് തരാം നാളെ തരാം എന്നുള്ളൊരു ഇതിൽ കൂടി വന്നു. അപ്പോഴാണ് പിന്നെ ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. വിഗ്രഹത്തിൽ നിന്നും എടുത്ത മാല ജ്വല്ലറിയിൽ പണയം വെച്ചതായും മേൽശാന്തി പറഞ്ഞു. ഇത് കണ്ടെത്താനുള്ള ശ്രമവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരോട് കാര്യസാധ്യത്തിനു വേണ്ടി പലപ്പോഴും സ്വർണം ചാർത്താൻ ആവശ്യപ്പെട്ടതായും ആക്ഷേപമുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ജനം, കോഴിക്കോട്. വയനാട് ബത്തേരിയിൽ KSRTC കണ്ടക്ടർക്കും ഡ്രൈവർക്കും മർദ്ദനം. ബത്തേരി ബീനാച്ചിയിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. കാറിന് സൈഡ് നൽകിയില്ല എന്നാരോപിച്ചായിരുന്നു മർദ്ദനം. സംഭവത്തിൽ ഡ്രൈവർ മത്തായി, കണ്ടക്ടർ റിയാസ് എന്നിവർക്ക് പരിക്കേറ്റു. KL 65 1472 എന്ന നമ്പർ കാറിലെത്തിയവരാണ് മർദ്ദിച്ചത്. പരിക്കേറ്റ കണ്ടക്ടറും ഡ്രൈവറും ആശുപത്രിയിൽ ചികിത്സ തേടി. പാലക്കാട് നെല്ലിയാമ്പതി ചുരത്തിൽ കാട്ടാനക്കൂട്ടം നിലയുറപ്പിക്കുന്നത് പതിവാകുന്നു. ചെറുനെല്ലിക്ക് സമീപം കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചതോടെ കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം വിനോദസഞ്ചാരികൾ ചുരത്തിൽ കുടുങ്ങി. ഒരു കുട്ടിയാന ഉൾപ്പെടെ 3 ആനകളാണ് ചുരത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. വിനോദസഞ്ചാരികൾ പകർത്തിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് വടക്കഞ്ചേരി സ്വദേശികളായ യുവാക്കൾ ചുരത്തിൽ ആനയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കണ്ണൂരിൽ കൈക്കൂലി കേസിൽ പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. മദ്യപിച്ച് വാഹനം ഓടിച്ചയാളെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കൈക്കൂലി വാങ്ങിയതിനാണ് നടപടി. പയ്യാവൂർ പോലീസ് സ്റ്റേഷനിലെ ASI ഇബ്രാഹിമിനെയാണ് അന്വേഷണ വിധേയമായി കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര സസ്പെൻഡ് ചെയ്തത്. കോട്ടയം സ്വദേശിയിൽ നിന്ന് ഗൂഗിൾ പേ വഴി വാങ്ങിയത് 14,000 രൂപയാണ്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 2 PM കാണാം. നമസ്തേ.